ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. രാജ്കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാജ്കുമാർ, എന്തായാലും നിർണായകമായ നീക്കത്തിലേക്ക് തന്നെയാണ് SITക്ക്, അതായത് ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയാണ് SIT. അതിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുകയാണ്. നിർണായകമായ മണിക്കൂറുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഹൈക്കോടതി പറഞ്ഞ ആ ഒരു സമയപരിധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രാജ്കുമാർ, അതെ, ഇത് ഏറ്റവും ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു സ്വർണ്ണ മോഷണ കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എം പത്മകുമാറിന്റെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് SIT വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ മെനിഞ്ഞാന്ന് സമർപ്പിച്ചത്. അതിൽ വാദം പൂർത്തിയായതിനെ തുടർന്നാണ് ഇന്ന് 2 ദിവസത്തേക്ക് മാത്രമായി കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകിട്ട് 5 മണിക്ക് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കണം. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ N വാസുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അത് 1 ദിവസത്തേക്ക് മാത്രമായിരുന്നു. അതിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ സംഭവത്തിന് ശേഷമാണ് താൻ അവിടെ ചുമതലയേൽക്കുന്നുള്ളൊരു വാദം അദ്ദേഹം നടത്തിയിരുന്നു. ഇവിടെ ഇപ്പോൾ നാളെ വൈകിട്ട് 5 മണിക്ക് ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഇപ്പോൾ പത്മകുമാറിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം SIT അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് കൊല്ലത്ത് വെച്ചാണോ ചോദ്യം ചെയ്യുന്നത്, അതോ തിരുവനന്തപുരത്തേക്ക് വെച്ചാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ആയിട്ടില്ല. നാളെ വൈകിട്ട് 5 മണിക്ക് തിരികെ ഹാജരാക്കും. തീർച്ചയായും രാജ്കുമാർ, ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഇന്നിപ്പോൾ തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തന്ത്രിമാർ പറഞ്ഞതിൽ പത്മകുമാറിന്റെ പേരടക്കമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ കൂടി പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ നിർണായകമാവുകയാണ്. രാജ്കുമാർ, നിലവിൽ ഇതില് ഈ പലരെയും പ്രതിസ്ഥാനത്തുള്ളവരുടെയും സാക്ഷികളായവരുടെയും മൊഴികൾ SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴികളിൽ എവിടെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കും. ഇത് നിലവിൽ അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഈ വാദപ്രതിവാദങ്ങളും പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ കോടതിക്ക് സമർപ്പിക്കുക. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു. ഒരുപക്ഷെ സമയം നീട്ടിക്കിട്ടാൻ SIT കോടതിയെ സമീപിക്കാനും ഒരു സാധ്യതയുണ്ട്. ഇനിയും കൂടുതൽ സമയം വേണമെന്ന് പറയാനൊരു സാധ്യതയുണ്ട്. ഇനി പുതിയതായ ആരെങ്കിലും പ്രതിപട്ടികയിൽ വരുമോ, അത്തരം കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലൊരു പുരോഗതിക്ക് ഒരു സാധ്യത.